നമസ്കാരം. ശ്രീമാസിലേക്ക് സ്വാഗതം. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ നമ്പർ സിസ്റ്റത്തെ പറ്റി വിശദമായിട്ട് പഠിക്കാം. നമ്പർ സിസ്റ്റം എണ്ണൽ സംഖ്യകൾ എന്ന് പറയാൻ നമ്മൾ സാധാരണ ഓരോ തിങ്സ് എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ. എങ്ങനെ നമ്മൾ എണ്ണുക? 1, 2, 3, 4, 5 അങ്ങനെ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയും. നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4, 5 എക്സെട്ര. അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ സീറോയും കൂടി ഉൾപ്പെടും. 0, 1, 2, 3, 4, 5 എക്സെട്ര. അഖണ്ഡ സംഖ്യകൾ ഹോൾ നമ്പേഴ്സ്. WHO അല്ലേ ഹോൾ നമ്പേഴ്സ്. അഖണ്ഡ സംഖ്യകൾ അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഹോൾ നമ്പേഴ്സ്. എണ്ണൽ സംഖ്യകളുടെ ഇംഗ്ലീഷ് ടേം എന്താണ്? കൗണ്ടിങ് നമ്പേഴ്സ് ഓർ നാച്ചുറൽ നമ്പേഴ്സ്. counting numbers or natural numbers 1, 2, 3, 4, 5 etc. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏത്? അതായത് 0 ആണ്. 0ത്തെ സംബന്ധിക്കുന്ന ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ 0 ആണ്. അഖണ്ഡ സംഖ്യകൾ 0, 1, 2, 3 എക്സെട്ര ആണ്. പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത പൂർണ്ണസംഖ്യ 0 ആണ്. പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത പൂർണ്ണസംഖ്യ 0 ആണ്. 0ത്തിൻ്റെ സങ്കലന വിപരീതം 0 ആണ്. അതായത് 0 ഏതോ ഒരു സംഖ്യ 0ത്തോട് ആഡ് ചെയ്യുമ്പോൾ സെയിം തന്നെ 0ത്തിൻ്റെ കൂടെ 0 ആഡ് ചെയ്യുമ്പോൾ സെയിം കിട്ടും. അതുകൊണ്ടാണ് 0ത്തിൻ്റെ സങ്കലന വിപരീതം 0 ആണെന്ന് പറയുന്നത്. അഡിറ്റീവ് ഇൻവേഴ്സ്. സങ്കലന വിപരീതം അതിൻ്റെ ഇംഗ്ലീഷ് ടൈം ഏതാണ്? അഡിറ്റീവ് ഇൻവേഴ്സ്. ഗുണന വിപരീതമാണെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് വരും. ഇത് അഡിറ്റീവ് ഇൻവേഴ്സ്. 0 ഭാജ്യസംഖ്യയോ അഭാജ്യസംഖ്യയോ അല്ല. പ്രൈം നമ്പറും അല്ല, കോമ്പസിറ്റ് നമ്പറും അല്ല. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2 ഘടകങ്ങളെ കാണും. സംഖ്യയും 1 മാത്രം. അതായത് 5, 1, 5 മാത്രമേ അതിൻ്റെ ഘടകങ്ങളുള്ളൂ. അഭാജ്യസംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. 2, 3, 5, 7, 11, 13 ഇതെല്ലാം അഭാജ്യ സംഖ്യകളാണ്. പ്രൈം നമ്പേഴ്സാണ്. കോമ്പസിറ്റ് നമ്പേഴ്സ് അഥവാ ഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ടാകും. 2, 3, 5, 7, 11, 13, 17 ഇതൊക്കെ അഭാജ്യ സംഖ്യകളാണ്. അതിന് 2 ഫാക്ടേഴ്സേ കാണത്തുള്ളൂ. 2 ഘടകങ്ങളെ കാണത്തുള്ളൂ. 1 ആ നമ്പറും. 13ൻ്റെ ഫാക്ടേഴ്സ് ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 13. 17ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 17. 5ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 5. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ഇരട്ട സംഖ്യയായിട്ടുള്ള ഒരേ ഒരു അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. ബാക്കി എല്ലാ ഒറ്റ സംഖ്യകളാണ് വരിക. ഇരട്ട സംഖ്യയായിട്ടുള്ള ഒരേ ഒരു അഭാജ്യ സംഖ്യ ഉള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ 2. അതൊരു പോയിൻ്റാണ്. ഇരട്ട സംഖ്യയായിട്ടുള്ള ഒരേ ഒരു അഭാജ്യ സംഖ്യയാണ് 2. 2, 3, 5, 7, 11, 13, 17, 19 അങ്ങനെ അങ്ങോട്ട് പോകും. പ്രൈം നമ്പേഴ്സ്. അതായത് ഒന്നും ആ നമ്പർ മാത്രമേ ഘടകങ്ങൾ ഫാക്ടേഴ്സ് ഉണ്ടാകത്തുള്ളൂ. കോമ്പസിറ്റ് നമ്പേഴ്സ് പറഞ്ഞാൽ 2ൽ കൂടുതൽ ഘടകങ്ങളുള്ളതാണ് കോമ്പസിറ്റ് നമ്പേഴ്സ്. 0ത്തിൻ്റെ സങ്കലന വിപരീതം 0 ആണ്. ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത സംഖ്യയാണ് 0. അതായത് 0 ഈസ് നെയ്തർ പ്രൈം നോർ കോമ്പസിറ്റ്. പ്രൈം നമ്പറും അല്ല, കോമ്പസിറ്റ് നമ്പറും അല്ല. 1 അതുപോലെ തന്നെ. 1 ഈസ് നെയ്തർ പ്രൈം നോർ കോമ്പസിറ്റ്. 1 ഭാജ്യമോ അഭാജ്യമോ അല്ല. ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ, അതായത് സംഖ്യകൾ 1, 2, 3. 1ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 മാത്രം. 2ൻ്റെ ഘടകങ്ങൾ 1, 2. 3ൻ്റെ ഘടകങ്ങൾ 1, 3. 4ൻ്റെ ഘടകം അങ്ങനെയല്ല. 4ന് 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് അതൊരു ഭാജ്യസംഖ്യയാണ്. 1, 2, 4. 4ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 4. 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ടെങ്കിൽ നമ്മളതിനെ ഭാജ്യസംഖ്യ അഥവാ കോമ്പസിറ്റ് നമ്പർ എന്ന് പറയുന്നു. അപ്പോൾ ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? 4. അതായത് 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള ഏറ്റവും ചെറിയ സംഖ്യ. എണ്ണൽ സംഖ്യകളെന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 എക്സെട്ര. അതായത് സാധനങ്ങൾ എണ്ണാൻ ഉപയോഗിക്കുന്ന എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പേഴ്സ്, കൗണ്ടിങ് നമ്പേഴ്സ് എന്നൊക്കെ പറയാം. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എവിടെ തുടങ്ങുന്നത്? 1. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ്? 1. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്? 2. ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ ഏതാണ്? 4.
4ന് 2 കൂടുതൽ ഘടകങ്ങളുണ്ട്, 2ന് ഒന്നും ആ നമ്പറും മാത്രമേ ഘടകങ്ങളുള്ളൂ. ഏറ്റവും ചെറിയ നിസർഗ സംഖ്യ 1. ഇത്രയും കാര്യങ്ങൾ ബൈഹാർട്ടാക്കി വെക്കുക. പൂജ്യത്തെ സംബന്ധിക്കുന്ന കുറേ കാര്യങ്ങൾ, പിന്നെ അഖണ്ഡ സംഖ്യകൾ, എണ്ണൽ സംഖ്യകൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അഖണ്ഡ സംഖ്യകളെ പറ്റി ചോദിക്കുമ്പോൾ എപ്പോഴും തെറ്റി പോകാറുള്ള കാര്യം ഈ അഖണ്ഡ സംഖ്യകൾ എന്താണെന്ന് മനസ്സിലാക്കുക. ആദ്യം 0, 1, 2, 3, 4, 5 എക്സെട്ര ആണ് അഖണ്ഡ സംഖ്യകൾ. അപ്പോൾ ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചാൽ 0. 10 എന്ന് പറയുമ്പോൾ 0 ഉൾപ്പെടുമല്ലോ. ആദ്യത്തെ 25 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചാൽ 0 ആണ്. ആദ്യത്തെ 50 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചാലും 0 ആണ്. ഇനി ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ തുക, ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n × n-1/2. ആ ഫോർമുല ഓർത്തിരിക്കുക. ഈ ഫോർമുലാസ് എല്ലാം ആക്കിയിട്ട് ഞാൻ ലോങ് വീഡിയോസ്, വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട് ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് ശ്രീമാൻസിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ n × n-1/2. അപ്പോൾ ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ തുക കാണാൻ ചോദിച്ചാൽ 10 × 9/2, 10 × 10 - 1/2. അത് ഫോർമുല 10 × 10 - 1/2 എന്നൊന്നും എഴുതാൻ നിൽക്കേണ്ട. 10 × അതിൽ നിന്നൊന്ന് പറയാം, 10 × 9/2. ആദ്യത്തെ 100 അഖണ്ഡ സംഖ്യകളുടെ തുക ചോദിച്ചെങ്കിൽ 100 × 99/2, അതായത് 100/2 50, 50 99 കൂടെ ഗുണിച്ചാൽ മതി. ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കാമെങ്കിൽ മറന്നു പോകത്തില്ല. ഗുണനഫലമാണെങ്കിൽ 0 ആദ്യത്തെ എത്ര എന്ന് പറഞ്ഞാൽ. തുക ചോദിച്ചെങ്കിൽ ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക ചോദിച്ചാൽ n × n-1/2. ഇത് ഓർത്തിരിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 72നെ അഭാജ്യ ഘടകങ്ങളാക്കിയാൽ എത്ര കിട്ടും? അപ്പോൾ 72നെ അഭാജ്യ ഘടകങ്ങളാക്കി നോക്കാം. ഏറ്റവും ചെറുത് 2 മുതൽ നോക്കാം. 2 ഇരട്ട സംഖ്യയുണ്ട്, 2 വെച്ച് പറ്റും. അതായത് 72ൻ്റെ പകുതി 36, 2 36ൻ്റെ പകുതി 18, 2 9, 3 3. അപ്പോൾ 72നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ കിട്ടിയതെല്ലാം എഴുതണം. 2 × 2 × 2 ഗുണം 3 × 3. അതായത് പ്രൈം നമ്പേഴ്സ് ആണല്ലോ 2, 3. അതിൻ്റെ ഘടകങ്ങളാക്കുക. 2 3 തവണയായതുകൊണ്ട് 2³ × 3 2 തവണയായതുകൊണ്ട് 3². 2³ × 3². ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഈ 72 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 72നെ അഭാജ്യ ഘടകങ്ങളാക്കിയാൽ എത്ര കിട്ടും? അപ്പോൾ 72നെ അഭാജ്യ ഘടകങ്ങളാക്കി നോക്കാം. ഏറ്റവും ചെറുത് 2 മുതൽ നോക്കാം. 2 ഇരട്ട സംഖ്യയുണ്ട്, 2 വെച്ച് പറ്റും. അതായത് 72ൻ്റെ പകുതി 36, 2 36ൻ്റെ പകുതി 18, 2 9, 3 3. അപ്പോൾ 72നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ കിട്ടിയതെല്ലാം എഴുതണം. 2 × 2 × 2 ഗുണം 3 × 3. അതായത് പ്രൈം നമ്പേഴ്സ് ആണല്ലോ 2, 3. അതിൻ്റെ ഘടകങ്ങളാക്കുക. 2 3 തവണയായതുകൊണ്ട് 2³ × 3 2 തവണയായതുകൊണ്ട് 3². 2³ × 3². ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഈ 72 100നും 90നും ഇടയ്ക്ക് ഒരേ ഒരു പ്രൈം നമ്പറേ ഉള്ളത് 97 ആണ്. അതിൽ 1ഉം 97 മാത്രമേ ഘടകങ്ങളുണ്ടാവൂ. ഇനി ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ, അത് വേറൊരു ചോദ്യം. അതായത് അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് നമുക്ക് എഴുതാം. 2 3 5 7 11 അങ്ങനെ അങ്ങോട്ട് പോകും. ഏറ്റവും ചെറുത് കൂടെ 2 ആണ്. ഈ 2ന് വേറെ ഒരു 2 ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 ആണ് ഓപ്ഷൻ ബി. ഇവിടെ 2ന് വേറെ ഒരു പ്രത്യേകതയുണ്ട്. അഭാജ്യ സംഖ്യ ആയിട്ടുള്ള ഏക ഇരട്ട സംഖ്യ ഏതാണെന്ന് ചോദിച്ചാലും 2 ആണ്. ഇരട്ട സംഖ്യയിൽ ഒറ്റ ഒരെണ്ണേ വരുന്നുള്ളൂ പ്രൈം നമ്പറായിട്ട്, അത് 2 ആണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് ചോദിച്ചാലും 2 ആണ്. ഇവിടെ അഭാജ്യ സംഖ്യ താഴെ തന്നിരിക്കുന്നതിൽ അഭാജ്യ സംഖ്യ പ്രൈം നമ്പർ എന്ന് ചോദിച്ചാൽ 97 ഉത്തരം. 90നും 100നും ഇടയ്ക്ക് ഒരേ ഒരു അഭാജ്യ സംഖ്യ ഉള്ളൂ. 100 വരെ ആകെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. 100 വരെ ആകെ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. പ്രൈം നമ്പേഴ്സ് കാണാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. 6ൻ്റെ ഗുണിതങ്ങൾ എടുക്കുക. അതിൻ്റെ തൊട്ട് മുൻപും പിൻപും ഉള്ളത് മുന്നേയും പിന്നെയും വരുന്നത് മിക്കവാറും കേസിൽ പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. ചില എക്സെപ്ഷണൽ കേസേ വരുന്നുള്ളൂ. 24ൻ്റെ മുമ്പുള്ളത് 23, അതിന് ശേഷമുള്ള 25 പ്രൈം നമ്പർ അല്ല. 1 5 25 ഫാക്ടേഴ്സ് 2 കൂടുതലുണ്ട്. അങ്ങനെ എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ട്. 48 6 8 48ന് മുമ്പുള്ളത് 47 49 അത് അഭാജ്യ സംഖ്യയല്ല, ഭാജ്യ സംഖ്യയാണ്. അങ്ങനെ 3-4 എക്സെപ്ഷണൽ കേസ് വരുന്നതല്ല. ബാക്കിയെല്ലാം നമുക്ക് 20ൽ താഴെയുള്ള അഭാജ്യ സംഖ്യകൾ ചോദിക്കുകയാണെങ്കിൽ 6ൻ്റെ ഗുണിതം എഴുതുക. 6 12 18. അപ്പോൾ അതിൽ 6ന് തൊട്ട് മുമ്പുള്ളതും അതിന് ശേഷമുള്ളത്, അതായത് 5
7. അപ്പോൾ അത് രണ്ടും പ്രൈം നമ്പേഴ്സാണ്. 6 12. 12ന് തൊട്ട് മുമ്പുള്ളതും അതിന് ശേഷമുള്ളതും 11 13. ഇങ്ങനൊരു കാര്യം ഓർത്തിരുന്നാൽ ആ എക്സെപ്ഷണൽ കേസ് ഒഴിച്ചാൽ 6ൻ്റെ ഗുണിതങ്ങൾ നോക്കുക, അത് മനസ്സിൽ നോക്കുക, കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. 6ൻ്റെ ഗുണിതങ്ങൾ അതിൻ്റെ തൊട്ട് മുൻപും പിൻപും, അല്ലാതെ വരുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്താൽ മതി. എക്സെപ്ഷണൽ കേസ് അങ്ങനെ ഇപ്പം 6ൻ്റെ ഗുണിതങ്ങളുടെ തൊട്ട് മുൻപും പിൻപും. ഇപ്പോൾ 20 താഴെയുള്ള അഭാജ്യ സംഖ്യകൾ ചോദിച്ചാൽ നമ്മൾ 6, 12, 18, 6ന് മുമ്പുള്ള 5ഉം 7, 6ന് മുമ്പുള്ളതും അതിന് ശേഷമുള്ളതും, അത് രണ്ടും അഭാജ്യ പ്രൈം നമ്പേഴ്സാണ്. ഇനി 12, 12ന് മുമ്പുള്ളതും അതിന് ശേഷമുള്ളതും, 11ഉം 13 അഭാജ്യ പ്രൈം നമ്പേഴ്സാണ്. 18, 18ന് മുമ്പുള്ളതും അതിന് ശേഷമുള്ളത്, 17ഉം 19. അപ്പോൾ 20 വരെയുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, അല്ലെ എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് 6ൻ്റെ ഗുണിതങ്ങൾ അതിന് മുമ്പും ശേഷമുള്ളത് നോക്കിയാൽ മതി. 4, 6, 5നെ വിഷമ ഭിന്നത്തിലാക്കിയാൽ കിട്ടുന്ന ഉത്തരം, 4, 6, 5നെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയും. മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കും. ഇംപ്രോപ്പർ എന്ന് പറഞ്ഞാൽ അംശം കൂടുതലും ഛേദം കുറവുമായിരിക്കും. മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. 4ഉം 6ൽ 5 അങ്ങനെ പറയുമ്പോൾ ഒരു പൂർണ്ണസംഖ്യ ഒരു ഫ്രാക്ഷനും വരും. 4 ഗുണം 6, ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 4 സമം 4 ഗുണം 6 പ്ലസ് ഇവിടെ മുകളിലുണ്ടായിരുന്ന 5 ഡിവൈഡഡ് ബൈ 6. അതായത് 4 ഗുണം 6 എത്ര? 24 പ്ലസ് 5/6. അതായത് 24, 5, 29/6. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇത് രണ്ടും കൂടെ ഗുണിക്കുക. ഈ 4ഉം 6ഉം കൂടെ ഗുണിക്കുക. പ്ലസ് ഇവിടെ മുകളിലുണ്ടായിരുന്ന നമ്പർ 5 ഡിവൈഡഡ് ബൈ 6. 4 × 6 24 പ്ലസ് 5/6 29/6. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വേറൊരു സംഖ്യ നോക്കാം. 3ഉം 5-ൽ എങ്ങനെ മാറ്റാം നമുക്ക്? ഇത് ഈ വിഷമ ഭിന്നത്തിൻ്റെ പ്രത്യേകത ഉണ്ടോ? മുകളിലുള്ള നമ്പറായിരിക്കും വലുത്, താഴെയുള്ള അംശം കൂടുതലും ഛേദം കുറവുമായിരിക്കും. മുകളിലുള്ളതിനെ അംശമെന്നും താഴെയുള്ളതിനെ ഛേദം എന്നും പറയും. അതായത് ഇത് മാറ്റുന്നത് എങ്ങനെയാ? നമുക്കിങ്ങനെ ക്രോസിന് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 5 പ്ലസ് ഇവിടെ ഉണ്ടായിരുന്ന 1 ഡിവൈഡഡ് ബൈ 5. 3 × 5 എത്ര? 15 പ്ലസ് 1/5. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ വിഷമ ഭിന്നം എന്ന് പറയുന്നത്. അംശം കൂടുതലും ഛേദം കുറവും. സാധാരണ ഭിന്നമാണെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻ, സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ അംശം കുറവും ഛേദം കൂടുതലുമായിരിക്കും. 1/4, 3/8, 7/10 ഇതൊക്കെ സാധാരണ ഭിന്നമാണ്. ഇവിടെ 6 ലിറ്റർ പാല് 8 കുപ്പികളിൽ തുല്യമായി വീതിച്ചതിൽ നിന്നും ഒരു കുപ്പിയിലെ പാലിൻ്റെ 2/3 ഭാഗം എടുത്ത് ചായ ഇടുന്നെങ്കിൽ ചായക്കെടുത്ത പാലിൻ്റെ അളവ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ആകെ 6 ലിറ്റർ ഉള്ളത് 8 കുപ്പികളിലാണ് തുല്യമായിട്ട് വീതിക്കുന്നത്. അതായത് 8ൽ 6. അപ്പോൾ ഒരു കുപ്പിയിലെ പാലിൻ്റെ അളവ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഒരു കുപ്പിയിലെ പാലിൻ്റെ അളവ് 8 കുപ്പികളിൽ 6 ലിറ്റർ പാല് വീതം തുല്യമായി വീതിക്കുന്നു. അപ്പോൾ 6/8. അതൊന്ന് ഷോർട്ടാക്കാം, 2 വെച്ച് കട്ട് ചെയ്യാം. അതായത് ഒരു കുപ്പിയിൽ എത്ര പാലുണ്ട്? 3/4 ലിറ്റർ. ഒരു കുപ്പിയിൽ കിട്ടുന്നത് ആകെ കണ്ടുപിടിക്കാൻ 6 ലിറ്റർ 8 കുപ്പികളിൽ 6 ലിറ്റർ പാൽ വീതം നിറയ്ക്കുന്നത് തുല്യമായിട്ട്. അപ്പോൾ ഒരു കുപ്പിയിലെ പാലിൻ്റെ അളവ് 3/4 ലിറ്റർ. അപ്പോൾ ഒരു കുപ്പിയിലെ പാലിൻ്റെ 2/3 ഭാഗം എടുത്താണ് ചായക്കെടുത്തത്. അപ്പോൾ ഒരു കുപ്പിയിലെ പാൽ എത്രയാണ്? 3/4ൻ്റെ 2/3 ഭാഗം. അതായത് 3/4ൻ്റെ എന്ന് പറഞ്ഞാൽ 3/4 ഗുണം 2/3. 3 കട്ടാകും. ഇനി 2 വെച്ചത് കട്ടാകും. 2 1 2 2 2. അതായത് മുകളിലൊരു 1 ഉണ്ട്, താഴെ 2 ഉണ്ട്. 1/2 ലിറ്റർ. അപ്പോൾ ചായക്കെടുത്ത പാലിൻ്റെ അളവ് എത്രയാണ്? 1/2 ലിറ്റർ. അതായത് ഒരു കുപ്പിയിലെ പാലിൻ്റെ അളവ് കാണാൻ 6 ലിറ്ററാണ് 8 കുപ്പികളെ തുല്യമായിട്ട് വിധിച്ചത്. അതായത് 6/8. അത് ഷോർട്ടാക്കുമ്പോൾ 3/4 ലിറ്റർ. ഒരു കുപ്പിയിൽ എത്ര പാലാണ് ഉള്ളത്? ഒരു കുപ്പിയിലെ പാല് 3/4. ഒരു കുപ്പിയിലെ പാലിൻ്റെ 2/3 ഭാഗമാണ് എടുത്തത്. അതായത് ഒരു കുപ്പിയിലെ പാൽ എത്രയാണ്? 3/4ൻ്റെ 2/3 ഭാഗം. 3/4ൻ്റെ എന്ന് പറഞ്ഞാൽ ഇൻറ്റു ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു കൊടുത്താൽ മതി. ഇവിടെ 3 കട്ടാകും. 2 വെച്ച് കട്ടാകും. 2 1 2 2 2 4. മുകളിലൊരു 1 ഉണ്ട്, താഴെ 2 1/2 ലിറ്റർ. 1573 രൂപ 11 പേർക്കായി വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും? അപ്പോൾ ആകെ ഉള്ളതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഓരോരുത്തർക്കും കിട്ടുന്ന രൂപ അറിയാൻ. 11. 1573നെ 11 വെച്ച് ഹരിക്കുക.
ഓരോരുത്തർക്കും എത്ര രൂപ വെച്ച് കിട്ടും? 143. ഓപ്ഷൻ സി ആണ് ഉത്തരം. 143. ആകെയുള്ള തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഓരോരുത്തർക്കും കിട്ടുന്ന അറിയാൻ. 90,840 മൂന്നിലൊന്നിൻ്റെ, നാലിലൊന്നിൻ്റെ, രണ്ടിലൊന്നിൻ്റെ, അഞ്ചിലൊന്നിൻ്റെ വാല്യൂ അത് ചോദിച്ചേക്കുന്നത്. 90,840 മൂന്നിലൊന്നിൻ്റെ ഇൻ്റെ ഉള്ളിടത്തെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇൻ്റെ 3 ഗുണം 3, 4 ഗുണം ഇൻ്റെ ഉള്ളിടത്തെല്ലാം ഇൻറ്റു ചിഹ്നം കൊടുത്താൽ മതി. അതായത് ഇവിടെ 90,840 ഇൻറ്റു 3/3 ഇൻറ്റു 1/4 1/12 വെറുതെ ഗുണിച്ചാൽ മതി. ഇവിടെ 1/10 ഈ 0 കൂടെ കട്ടാകും. ഈ 0 കൂടെ കട്ടായാൽ 9084/12 9084 12 വെച്ച് ഡിവൈഡ് ചെയ്യുക. 7 84 68 5 60 84 7. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 757 വരും ഉത്തരം. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, 757. അതായത് ഇതിൻ്റെ ഉള്ളിടത്തെല്ലാം ഇൻറ്റു ചിഹ്നം കൊടുത്താൽ മതി. എന്നിട്ട് ഇത് 3 4 1 ചെയ്യുക. 1/3 ഇൻറ്റു 1/4 1/12 1/10. ഇവിടെ 0 കട്ട് ചെയ്ത് 9084 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 757. ഓപ്ഷൻ സി ആണ് ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ ആദ്യത്തെ 2 ഒറ്റ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം ഏത്? അഭാജ്യ സംഖ്യ ഇവിടെ അഭാജ്യ സംഖ്യകളല്ല, പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും ആ സംഖ്യയിൽ മാത്രമേ ഘടകങ്ങളുണ്ടാകാവൂ. അതായത് 2 3 5 7 11 13 17 19 23 അങ്ങനെ അങ്ങോട്ട് പോകും. അതായത് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്തുവാ? 2ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ? ഒന്നും ആ നമ്പർ മാത്രമേ കാണൂ. 1ൻ്റെയും 2ൻ്റെയും മാത്രം ടേബിൾ ചെല്ലിയാലേ കിട്ടത്തുള്ളൂ. 3 1 3. 5ൻ്റെ ഘടകങ്ങൾ 1 5. ഒന്നും ആ സംഖ്യ മാത്രം ഘടകങ്ങളുള്ള അതിനെ അഭാജ്യ സംഖ്യ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം ചോദിച്ചേക്കുന്ന താഴെ തന്നിരിക്കുന്നവയിൽ ആദ്യത്തെ 2 ഒറ്റ അഭാജ്യ സംഖ്യകൾ. ആദ്യത്തെ 2 ഇവിടെ 2 എന്ന് പറയുന്നത് ഇരട്ടയാണല്ലോ, അതുകൊണ്ട് അത് എടുക്കണ്ട. ആദ്യത്തെ 2 ഒറ്റ അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ്? 3 5. ആദ്യത്തേത് 3 ഗുണം 5 15. ഓപ്ഷൻ എ ആണ് ഉത്തരം. ആദ്യത്തെ 2 ഒറ്റ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് അഭാജ്യ സംഖ്യകളല്ലേ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ഘടകങ്ങളെ കാണും. ഒന്നും ആ സംഖ്യ മാത്രമേ ഘടകങ്ങൾ കാണൂ. 2ൽ കൂടുതൽ ഘടകങ്ങളായ അഭാജ്യ സംഖ്യ കോമ്പസിറ്റ് നമ്പറാണ്. ഇവിടെ അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ്? 2 3 5 7 11 13 17 19 23 അങ്ങനെ അങ്ങോട്ട് പോകും. ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താ? 2ൻ്റെ ഘടകങ്ങൾ 1 2, 3ൻ്റെ ഘടകങ്ങൾ 1 ആ നമ്പർ 1 3. 5ൻ്റെ ഘടകങ്ങൾ 5ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 5. 7ൻ്റെ ഫാക്ടേഴ്സ് 7ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 7. 11ൻ്റെ 1 11. 13ൻ്റെ 1 13. ഇവിടെ 2 3 5 7. അപ്പോൾ ആദ്യത്തെ 2 ഒറ്റ അഭാജ്യ സംഖ്യകൾ, അതായത് ഓഡ് നമ്പർ. ആദ്യത്തെ 2 ഓഡ് പ്രൈം നമ്പേഴ്സ്. ഓഡ് പ്രൈം നമ്പേഴ്സ് ആദ്യത്തെ ഏതാണ്? 2 ഇരട്ട സംഖ്യ, അതുകൊണ്ട് അത് എടുത്തുകൂടാ. 3 5 ആണ്. അപ്പോൾ 3ൻ്റെയും 5ൻ്റെയും ഗുണനഫലമാണ് ചോദിച്ചേക്കുന്നത്. 15 വരും. 3 × 5 15. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇതൊരു PSC ക്വസ്റ്റ്യൻ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ധാരാളം ശ്രീമാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ ഓൾ.